ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന 10ാം ക്ലാസ്സിലെ പുതിയ ടെക്സ്റ്റ് ബുക്കിലെ ഒന്നാമത്തെ ചാപ്റ്ററായ അരിത്മെറ്റിക് സീക്വൻസിലെ 15ാമത്തെ പേജിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: റൈറ്റ് ദ ഫസ്റ്റ് 5 ടേംസ് ഓഫ് ഈച്ച്. ഇവിടെ തേർഡ് ടേം അഥവാ മൂന്നാമത്തെ പദം 34, സിക്സ്ത് ടേം അഥവാ ആറാമത്തെ പദം 67 തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഫസ്റ്റ് 5 ടേംസ് കാണണം. അതായത് ഒന്നാമത്തെ ടേമും രണ്ടാമത്തെ ടേമും വേണം, പിന്നെ വേണ്ടത് നാലാമത്തതും അഞ്ചാമത്തതും. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് ടേം നമുക്ക് അറിയത്തില്ലല്ലോ, ഒരു ഡാഷ് ഇട്ടു. സെക്കൻഡ് ടേം അറിയത്തില്ല. തേർഡ് ടേം അഥവാ മൂന്നാമത്തെ പദം 34 നമുക്കറിയാം, നാലാമത്തെ അറിയത്തില്ല, അഞ്ചാമത്തതും അറിയത്തില്ല, ആറാമത്തത് 67 തന്നിട്ടുണ്ട്. ഇനി നേരത്തെ ചെയ്ത പോലെ, കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത പോലെ തന്നെ 34 67 വരെ എത്താൻ എത്ര പ്രാവശ്യം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തു, പൊതുവ്യത്യാസം ആഡ് ചെയ്തു പോയിട്ടുണ്ടെന്ന് നോക്കാം. അതായത് മൂന്നാമത്തെ ടേമിൽ നിന്ന് നാലാമത്തെ ടേം എത്തിയപ്പോൾ ഒരു പ്രാവശ്യം കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം ആഡ് ചെയ്തു. നാലാമത്തതിന് അഞ്ചാമത്തെ എത്തിയപ്പോൾ 2 പ്രാവശ്യമായി. അഞ്ചാമത്തതിന് ആറാമത്തെ എത്തിയപ്പം 3 പ്രാവശ്യം കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം കൂട്ടി പോയപ്പോഴാണ് 34 67 എത്തിയത്. അപ്പൊ 34 67 എത്താൻ എത്ര വ്യത്യാസമുണ്ട്? പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ആറാമത്തെ പദമായ 67 നിന്ന് മൂന്നാമത്തെ പദമായ 34 കുറച്ചാൽ മതി. അപ്പൊ 33 കിട്ടി. അതായത് 3 പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടിയപ്പോഴാണ് 33 കിട്ടിയത്. അങ്ങനാണെങ്കിൽ പൊതുവ്യത്യാസം എത്രയാണ്? 33നെ 3 കൊണ്ട് ഹരിച്ചാൽ മതി. ഇപ്പൊ 11 പൊതുവ്യത്യാസം. അങ്ങനാണെങ്കിൽ നാലാമത്തെ പദം കാണാനായിട്ട് നാലാമത്തെ പദത്തിന് നമുക്ക് x4 എന്ന് എഴുതാം. ഇത് ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ് x1, x2, x3, x4 എന്നൊക്കെ. ഒന്നാമത്തെ പദത്തിന് x1 കൊടുക്കാം, രണ്ടാമത്തെ x2, മൂന്നാമത്തെ x3, നാലാമത്തെ x4, അഞ്ചാമത്തെ x5. x4 കിട്ടാൻ വേണ്ടി ഈ 34ന്റെ കൂടെ ഒരു പ്രാവശ്യം പൊതുവ്യത്യാസം ആഡ് ചെയ്യുക. 34ന്റെ കൂടെ 11 ആഡ് ചെയ്യുമ്പോൾ 45 കിട്ടി. ഇനി x5, അതായത് ഇവിടെ 45 വന്നു. ഇനി x5 കിട്ടാൻ വേണ്ടി അഞ്ചാമത്തെ പദം 5th ടേം കിട്ടാൻ വേണ്ടിയിട്ട് ആ നാലാമത്തെ പദത്തിന്റെ കൂടെ ഒരു പ്രാവശ്യം കൂടെ പൊതുവ്യത്യാസം കൂട്ടുക. അപ്പൊ 45ന്റെ കൂടെ 11 കൂട്ടുമ്പോൾ 56 കിട്ടി. അപ്പൊ ഇവിടെ 56 എന്ന് എഴുതാവല്ലോ. ഇനി നമുക്ക് വേണ്ടത് പുറകോട്ടാണ്. പുറകോട്ട് പോകുമ്പോൾ പൊതുവ്യത്യാസം കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ 34ൽ നിന്ന് പൊതുവ്യത്യാസമായ 11 കുറയ്ക്കുക. അപ്പൊ എത്ര കിട്ടും? 23. ഇവിടെ 23 കിട്ടി. അതെന്ന് പറയുന്നത് എന്താണ്? x2 ആണ് 23. ഇനി x1 കാണാൻ വേണ്ടി ഒന്നും കൂടെ പൊതുവ്യത്യാസം കുറയ്ക്കുക. അതായത് 23ൽ നിന്ന് വീണ്ടും 11 കുറയ്ക്കുക. അപ്പോൾ നമുക്ക് 12 കിട്ടും. അപ്പൊ x1 12, x2 23, x3 34, x4 45, x5 56, x6 67. നമുക്ക് എല്ലാ ടേമും കിട്ടിയില്ലേ? ഇതേപോലെ ബാക്കി ചോദ്യങ്ങളും കൂടെ ചെയ്യാം. അടുത്ത ചോദ്യം ഇതാണ്: മൂന്നാം പദം 43, ആറാം പദം 76 തന്നിട്ടുണ്ട്. ഇവിടെയും 5 പദങ്ങൾ കണ്ടുപിടിക്കണം. അപ്പൊ നേരത്തെ പോലെ ഞാൻ ഇവിടെ ഓരോന്നിനും ഡാഷ് ഇടുകയാണ്. മൂന്നാമത്തെ പദം 43 തന്നിട്ടുണ്ട്. നാലാം പദം അറിയത്തില്ല, അഞ്ചാം പദം അറിയത്തില്ല, ആറാം പദം 76 തന്നിട്ടുണ്ട്. അപ്പൊ പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം, ഡിഫറൻസ് ഇൻ ടേംസ്, അതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അതായത് ഇവ തമ്മിൽ എന്ത് വ്യത്യാസം ഉണ്ട്, അതെങ്ങനെയാ കാണുന്നത്? 76ൽ നിന്ന് 43 കുറയ്ക്കണം. 76ൽ നിന്ന് 43 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടി? 33. ഇനി അത് എത്ര പ്രാവശ്യം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ് ആ 33ൽ എത്തുന്നത് നോക്കാം. അപ്പം 43ൽ നിന്ന് ഒരു പ്രാവശ്യം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തു. അപ്പൊ എത്രാമത്തെ പദത്തിലെത്തി? നാലാം പദത്തിലെത്തി. വീണ്ടും ഒന്നും കൂടെ ആഡ് ചെയ്ത് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തപ്പോൾ അഞ്ചാം പദത്തിലെത്തി. വീണ്ടും ഒന്നും കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തപ്പോഴാണ് ആറാം പദത്തിൽ എത്തിയത്. അപ്പൊ 3 പ്രാവശ്യം പൊതുവ്യത്യാസം ആഡ് ചെയ്തപ്പോഴാണ് 43ൽ നിന്ന് 76
എത്തിയത്. അപ്പോൾ നമുക്ക് എന്ത് കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം എങ്ങനെ കിട്ടും? പൊതുവ്യത്യാസം ഡി ഈക്വൽ ടു 33-നെ 3 പ്രാവശ്യം ആഡ് ചെയ്തപ്പോഴാണ് 33 വ്യത്യാസം വന്നത്. അപ്പോൾ 3 കൊണ്ട് ഹരിക്കുക. അപ്പോൾ 11 നമ്മുടെ പൊതുവ്യത്യാസം. ഇനി നമുക്ക് ഈ പദം കാണണമല്ലോ. അതായത് ഏതാ? x4 ആണ് നമ്മൾ ആദ്യം കാണുന്നത്. x4 കാണാൻ വേണ്ടി x3 അതായത് മൂന്നാമത്തെ പദത്തിന്റെ കൂടെ ഒരു പ്രാവശ്യം ഡി കൂട്ടുക. മൂന്നാമത്തെ പദം 43 43ന്റെ കൂടെ ഒരു പ്രാവശ്യം 11 കൂട്ടുമ്പോൾ 54 കിട്ടി. അപ്പൊ ഇവിടെ 54 വന്നല്ലോ. ഇനി ഒന്നും കൂടെ ഡി കൂട്ടുമ്പോൾ ഈ പദം കിട്ടുമല്ലോ. അതായത് 54ന്റെ കൂടെ x5 കിട്ടാനാ. 54ന്റെ കൂടെ 11 കൂട്ടുമ്പോൾ 65 വന്നു. അപ്പൊ ഇത് 65 ആയല്ലോ. ഇനി നമുക്ക് പുറകോട്ടുള്ളതും കൂടെ കാണണ്ടേ. പുറകോട്ട് പോകുമ്പോൾ എന്താ? ഡി കുറച്ചാ പോകണ്ട. അപ്പൊ 43-ൽ നിന്ന് ഡി ആയ 11 കുറയ്ക്കുമ്പോൾ രണ്ടാം പദം കിട്ടും. അപ്പൊ രണ്ടാം പദം x2 നമുക്ക് എഴുതാം. 43-ൽ നിന്ന് 11 കുറയ്ക്കുക. അപ്പൊ 32 കിട്ടും. ഇവിടെ 32. ഇനി അവിടെ നിന്ന് ഒന്നാം പദത്തിലേക്ക് പോകാൻ ഒന്നും കൂടെ ഡി കുറയ്ക്കുക. അപ്പോൾ x1 കിട്ടും. 32-ൽ നിന്ന് 11 കുറയ്ക്കുക. അപ്പൊ 21 കിട്ടി. മനസ്സിലായല്ലോ. അപ്പൊ അടുത്ത ചോദ്യങ്ങളും കൂടെ നമുക്ക് ചെയ്യാം. അടുത്ത ചോദ്യം ഇതാണ്. 3rd ടേം 2-ഉം 5th ടേം 3-യും. അപ്പം നമുക്കത് അതുപോലെ ഡാഷ് ഇട്ട് എഴുതാം. ഫസ്റ്റ് ടേം അറിയത്തില്ല, സെക്കൻഡ് ടേം അറിയത്തില്ല, 3rd ടേം 2, 4th ടേം അറിയത്തില്ല, 5th ടേം 3. ഇവിടെ 3 കണ്ടുപിടിക്കാവുള്ളൂ അല്ലെ. ഇപ്പൊ 2-ൽ നിന്ന് 3-ലെത്താൻ എത്ര വ്യത്യാസം? 3 - 2 എത്ര? 1 അല്ലെ. അപ്പൊ 1 കൂട്ടേണ്ടതിന്റെ കൂടെ 1 കൂട്ടിയപ്പോഴല്ലേ 3-ലെത്തിയത്. അവിടെ 3-ലെത്താൻ വേണ്ടി എത്ര പ്രാവശ്യം പൊതുവ്യത്യാസം ആഡ് ചെയ്തെന്ന് നമുക്ക് നോക്കാം. ഒരു പ്രാവശ്യം പൊതുവ്യത്യാസം ആഡ് ചെയ്തപ്പോൾ ഇവിടെ എത്തി. ഒന്നും കൂടെ ആഡ് ചെയ്തപ്പോഴാണ് 3 എന്ന ടേം കിട്ടിയത് അല്ലെ. ഇപ്പൊ 2 പ്രാവശ്യം പൊതുവ്യത്യാസം ആഡ് ചെയ്തു. അപ്പൊ പൊതുവ്യത്യാസം കാണാനായിട്ട് എന്താ ചെയ്യുക? നമ്പറുകൾ, പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസത്തിന് എത്ര പ്രാവശ്യം പൊതുവ്യത്യാസം ആഡ് ചെയ്തു? 2 പ്രാവശ്യം ആഡ് ചെയ്തു. അതുകൊണ്ട് ഹരിക്കുക. അപ്പൊ ഡി എത്ര ആണ്? 1/2 ആണ്. അപ്പോൾ നമുക്ക് ഈ 4ാമത്തെ പദം കാണാനായിട്ട് x4 കാണാനായിട്ട് 3ാമത്തെ പദത്തിന്റെ കൂടെ പൊതുവ്യത്യാസം കൂട്ടുക. അപ്പൊ എന്ത് വന്നു? 2ഉം ഹാഫും കൂടെ കൂട്ടുമ്പോൾ 2 1/2. അപ്പൊ ഇവിടെ 2 1/2 എന്ന് എഴുതാമല്ലോ. ഇനി പുറകോട്ട് പോകുമ്പോൾ എന്താ? കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ 2ാമത്തെ പദമാണല്ലോ ഇത്. 2ാമത്തെ പദം കാണാൻ വേണ്ടിയിട്ട് 3ാമത്തെ പദത്തിൽ നിന്ന് പൊതുവ്യത്യാസം കുറയ്ക്കുക. 2-ൽ നിന്ന് ഹാഫ് പോകുമ്പോൾ 1 1/2 ആയല്ലോ. ഇവിടെ 1 1/2 എന്ന് എഴുതാം. അതുപോലെ 1ാമത്തെ ടേമും കൂടെ കാണണം. x1 കാണാൻ വേണ്ടിയിട്ട് 2ാമത്തെ പദത്തിൽ നിന്ന് ഹാഫ് കുറയ്ക്കുക. അപ്പോൾ എത്ര കിട്ടി? 1 എന്ന് കിട്ടി. എല്ലാ പദങ്ങളും ആയല്ലോ. ആദ്യത്തെ 5 പദങ്ങളാണ് കാണേണ്ടത്. നമുക്ക് എല്ലാ പദങ്ങളും കിട്ടി. അടുത്ത ചോദ്യം നോക്കാം. നമ്മുടെ ചോദ്യം ഇതാണ്. 5th ടേം ഈക്വൽ ടു 8ഉം 9th ടേം 10ഉം ആണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ 5 ടേമാണ് വേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ടേം അറിയത്തില്ല, സെക്കൻഡ് ടേം അറിയത്തില്ല, 3rd അറിയത്തില്ല, 4th അറിയത്തില്ല, 5th ആണ് 8, 6th അറിയത്തില്ല, 7th അറിയത്തില്ല, 8th അറിയത്തില്ല, 9th ടേമാണ് 10. അപ്പൊ 8-ൽ നിന്ന് ഇവിടെ എത്താൻ വേണ്ടിയിട്ട് 5ാമത്തെ പദമായ 8-ൽ നിന്ന് 9ാമത്തെ പദമായ 10-ലെത്താൻ വേണ്ടി എത്ര വ്യത്യാസം വന്നു? ടേംസ് തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 10-ൽ നിന്ന് 8 പോയപ്പോൾ 2 ആണ്. ഇനി നമുക്ക് വേണ്ടത് എന്താ? എത്ര പ്രാവശ്യം പൊതുവ്യത്യാസം ആഡ് ചെയ്തപ്പോഴാണ് ഇവിടെ എത്തിയെന്ന് നമുക്ക് നോക്കാം. 1 പ്രാവശ്യമായി, 2 പ്രാവശ്യമായി, 3 പ്രാവശ്യമായി, 4 പ്രാവശ്യമായി. അപ്പൊ എന്തുകൊണ്ട് ഹരിക്കണം? പൊതുവ്യത്യാസം കിട്ടാൻ വേണ്ടിയിട്ട് ഈ പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസത്തിന് എത്ര പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടിയപ്പോഴാണ് അവിടെ എത്തിയത്? 4 പ്രാവശ്യം കൂട്ടിയപ്പോഴാണ്. ആ നമ്പർ കൊണ്ട് ഹരിക്കുക.
അപ്പോൾ 1/2 എന്ന് കിട്ടിയല്ലോ. ഇനി ആ പൊതുവ്യത്യാസം കൂട്ടി പോയാൽ നമുക്ക് ഇടയ്ക്കുള്ള ടേംസ് കിട്ടും. പക്ഷേ നമുക്കത് വേണം, ഫസ്റ്റ് 5 ടേംസ് മതി. അപ്പോൾ അങ്ങോട്ടുള്ള പദങ്ങളൊന്നും വേണ്ട, ഈ പുറകോട്ടുള്ള പദങ്ങൾ മതി. 8ൽ നിന്ന് പുറകോട്ടാകുമ്പോൾ കുറയ്ക്കുകയാണ്. 8ൽ നിന്ന് ഹാഫ് പോകുമ്പോൾ 7.5. ഞാൻ സ്റ്റെപ്പ് എഴുതുന്നില്ല. ഇനി 7.5 നിന്ന് പുറകോട്ട് ഒരു സ്റ്റെപ്പും കൂടെ പോകുമ്പം 7 ആയി. 7ൽ നിന്ന് പുറകോട്ട് ഒരു സ്റ്റെപ്പും കൂടെ പോകുമ്പോൾ 6.5 ആയി. 6.5 നിന്ന് ഒരു സ്റ്റെപ്പും കൂടെ പുറകോട്ട് പോകുമ്പോൾ 6 ആയി. ഹാഫ് വ്യത്യാസം വന്നില്ല എല്ലായിടത്തും. ആദ്യത്തെ 5 പദങ്ങളും ആയല്ലോ. അപ്പോൾ ഇനി ഇവിടെ ഫില്ല് ചെയ്യേണ്ട ആവശ്യവുമില്ല. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം ഇതാണ്. 5ാമത്തെ പദം 7ഉം 7ാമത്തെ പദം 5ഉം തന്നിരിക്കുകയാണ്. അപ്പം 1 അറിയത്തില്ല, 2ാമത്തെ പദം അറിയത്തില്ല, 3 അറിയത്തില്ല, 4 അറിയത്തില്ല, 5ാമത്തെ പദം 7, 6 അറിയത്തില്ല, 7ാമത്തെ പദം 5. ഇത് നോക്കിക്കുക, പദങ്ങളൊന്ന് നോക്കിക്കുക. ഇങ്ങോട്ട് വലത്തോട്ട് പോകും തോറും കുറഞ്ഞാണ് വരുന്നത്. 7ൽ നിന്ന് 5ലേക്ക് കുറഞ്ഞാണല്ലോ വരുന്നത്. അപ്പം നമ്മൾ ഇത് എത്ര വ്യത്യാസം വന്നു എന്ന് നോക്കുമ്പോൾ എങ്ങനെയാണ്? 5ൽ നിന്ന് 7 കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പം -2 അല്ലേ വരുന്നത്. ഇനി എത്ര പൊതുവ്യത്യാസം ആഡ് ചെയ്തപ്പോഴാണ് 7ാം പദത്തിൽ എത്തിയത്? 5ാം പദത്തിൽ നിന്ന് ഒരു പ്രാവശ്യം ആഡ് ചെയ്തു, ഒന്നും കൂടെ ആഡ് ചെയ്തു ആണല്ലോ. അപ്പം 2 പ്രാവശ്യം ആഡ് ചെയ്തപ്പോഴാണ് നമ്മൾ 5ാം പദത്തിൽ നിന്ന് 7ാം പദത്തിൽ എത്തിയത്. അങ്ങനാണെങ്കിൽ പൊതുവ്യത്യാസം കാണുന്നത് എങ്ങനെയാണ്? പദങ്ങളുടെ വ്യത്യാസം എത്രയാണ്? -2 എത്ര പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടി? 2 പ്രാവശ്യം. അപ്പം -1. ഇനി നമുക്ക് ആദ്യത്തെ 5 പദങ്ങളാണ് വേണ്ട. അപ്പോൾ ഈ ആദ്യത്തെ ഇവിടം വരെ ഉള്ളത് ഫില്ല് ചെയ്താൽ മതി. പുറകോട്ടാണ് പോകേണ്ടത് നമുക്ക് അല്ലേ? പുറകോട്ട് പോകുമ്പോൾ കുറയ്ക്കണം. ഞാൻ പറഞ്ഞായിരുന്നു പുറകോട്ട് പോകുമ്പോൾ കുറയ്ക്കണം. ഇത് 4ാമത്തെ പദമാണ്. അപ്പോൾ x4 കാണാൻ വേണ്ടിയിട്ട് x5ൽ നിന്ന് d കുറയ്ക്കണം. ഇതാണ് കുറയ്ക്കുന്ന ചിഹ്നം. പിന്നെ ഡിയുടെ വാല്യൂ -1, അത് ഞാൻ ബ്രാക്കറ്റ് ഇട്ടിട്ടുണ്ട്. 2 മൈനസ് അടുത്ത് വരുമ്പോൾ അതെന്താവും? പ്ലസ് ആകും. 7 + 1 8 ആയി. അപ്പോൾ ഇവിടെ എത്ര വന്നു? 8 വന്നു. ഇനി ഒന്നും കൂടെ പുറകോട്ട് പോകണം. അപ്പം നമുക്ക് എന്ത് കിട്ടും? x3 കിട്ടും. x3 കിട്ടാൻ വേണ്ടിയിട്ട് x4 ആയ 8ൽ നിന്ന് പുറകോട്ടായതുകൊണ്ട് കുറയ്ക്കണം. എത്ര കുറയ്ക്കണം? d കുറയ്ക്കണം. d -1 ആണ്. 2 - 1 അടുത്ത് വന്നപ്പോൾ പ്ലസ് ആയി. 8 + 1 9 ആയി. അപ്പം 9 കണ്ടോ? ഇനി ഈ 3 പദങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം 9, 8, 7 ഒന്ന് വീതം കുറഞ്ഞ് വരുന്നത്. അപ്പോൾ ഇവിടെ എത്ര വരും? 6 വരും. ഇത് കാണേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ എത്ര വരും? 10 വരും. ഇവിടെ 11 കണ്ടോ? 11, 10, 9, 8, 7, 6, 5 ഇങ്ങനെ കുറഞ്ഞു പോകുന്നു. എളുപ്പമല്ലേ? എല്ലാവർക്കും മനസ്സിലായല്ലോ?